ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക്ലി വൺസ് എങ്കിലും നമ്മുടെ ടീത്ത് ബ്രേസസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം. അപ്പോഴേ ഇപ്പം നമ്മളൊരു 2 വീക്സ് അടുപ്പിച്ച് എനിക്കൊന്നും ടീത്ത് ബ്രേസസിന്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ടീത്ത് ബ്രേസിന്റെ അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോഴിപ്പോ ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ട് ഏകദേശം ഒരു 8 മന്ത്സ് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ജൂൺ അല്ലേ, ഇപ്പൊ ഒരു ജൂൺ 14 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴ് ഒരു 8 മന്ത്സ് ആവുന്നുണ്ട്. അപ്പൊ അതുവരെയുള്ള എന്റെ അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോഴേ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ 4 പല്ല് എടുത്ത ഒരാളാണ്. അപ്പോഴേ എന്റെ പല്ലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചിരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്? എന്റെ ടീത്ത് ബ്രേസസിന്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും എന്റെ ഫേസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. അഫ്കോഴ്സ് മാറ്റം ഉണ്ടെന്ന് പറയാനായിട്ട് താഴത്തെ ഗ്യാപ്പൊക്കെ ദാണ്ട് ഫില്ലായി വരുന്നുണ്ട്. കുഞ്ഞൊരു കുറച്ചും കൂടി ഉള്ള കേട്ടോ ഫില്ലാവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ താഴത്തെ പല്ല് നല്ല രീതിയിൽ ഒതുങ്ങിയും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറയുമ്പോഴത്തേക്ക് ജൂൺ 12-ാം തീയതി തേഴ്സ്ഡേ പോയിട്ട് ഞാൻ മുകളിലും പവർ ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ പല്ല് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്ക് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അറ്റം വരെ പവർ ചെയിനും ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഇനി ഒരു 3 വീക്സ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ മുകളിലും താഴെയും പവർ ചെയിൻ കിടപ്പുണ്ട്. ഇതെന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. ഇനി ഇതനുസരിച്ച് നമ്മുടെ പല്ലിന്റെ ഗ്യാപ്പ് ഫില്ലാവുന്നതനുസരിച്ചിട്ട് റിമൂവ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ 8 മാസം ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞൊരു 8 to 9 മന്ത്സ് ഒക്കെ എടുക്കുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഒരു 1 ഇയറിനുള്ളിൽ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല്ലെടുത്ത ഗ്യാപ്പ് മെയിനായിട്ട് എനിക്ക് ഫില്ലാവണം. പിന്നെ ഇനിയിപ്പോൾ ഒരു 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് മുകളിലത്തെ പല്ല് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോവും, പല്ലൊക്കെ ഒന്ന് ഒതുങ്ങും, അങ്ങനെ. ഓക്കെ, അപ്പോഴതൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഫുഡൊക്കെ ഇതുവരെ കഴിച്ചണക്ക് തന്നെയാണ് കഴിച്ചിട്ട് പോകുന്നത്, വേറെ കുഴപ്പം കാര്യങ്ങളും. പിന്നെ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്രാവശ്യം ഡോക്ടർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പ് വെള്ളം കൊള്ളാൻ നോക്കണമെന്ന്. വേദന ഇല്ലെങ്കിൽ കൂടിയും നമ്മളൊരു ഡെയിലി റൊട്ടീൻ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ മുമ്പേ തന്നെ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് വായിൽ എത്ര കിലോ കമ്പി ഉണ്ടെന്ന്. സത്യമാണ്, കുറെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി പറക്കി വെച്ചേക്കുന്നതൊക്കെ ഉണ്ട്. അത്രയും ഉണ്ട് സത്യം പറഞ്ഞാൽ. അതൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്ക് ഫുഡിന്റെ പാർട്സ് ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ച ഉടനെ ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട് കേട്ടോ. ബ്രഷും ചെയ്യണം, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പെയിൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സത്യം പറയാലോ, സാധാരണ ഈ പവർ ചെയിൻ ഇടുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്. ഒരു ഏപ്രിൽ 24-നായിരുന്നു ഞാൻ താഴെ 24-നാണെന്ന് തോന്നുന്നു ഞാൻ താഴെ പവർ ചെയിൻ ഇട്ടത്. ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഒരു 1 വീക്ക് എനിക്ക് ഫുഡ് പോലും നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല കേട്ടോ എന്താ പറ്റിയിട്ടാണെന്ന് അറിയത്തില്ല. മുകളിൽ എനിക്ക് പവർ ചെയിൻ ഇട്ട് യാതൊരുവിധ പ്രശ്നമില്ലെന്നുള്ളതാണ് സത്യം. അതായത് പ്രശ്നമില്ലെന്ന് വെച്ചാൽ വേദന ഉണ്ടായിരുന്നു. അന്നത്തെ ഡേ എനിക്ക് വേദനയുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ രാവിലെ ക്ലാസ്സിന് പോയിട്ടാണ്, ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിൽ. അല്ല, ക്ലാസ്സിന് മുന്നേ രാവിലെ പോയി ഇത് ചെയ്തു. അപ്പോഴെനിക്ക് അന്നേരം നമുക്കത് ഇടുന്ന സമയത്ത് നമുക്ക് ഒന്നും തോന്നത്തില്ല. അന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വേദന വരുന്നത്. എനിക്ക് അന്ന് നൈറ്റ് വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്ന ഉടനെ ഞാൻ ഉപ്പുവെള്ളമൊക്കെ കൊണ്ട് അന്ന് രാത്രി മൊത്തം ഉപ്പുവെള്ളം കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഉപ്പുവെള്ളം കൊണ്ട്. പക്ഷെ എനിക്ക് മുമ്പ് ഉള്ളതിൻ്റെ അത്ര ഒരു പെയിൻ ഇല്ല എന്നുള്ളതായിരുന്നു സത്യം. എനിക്ക് വലിയ പെയിൻ ഇല്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, പല്ല് തമ്മിൽ കൂട്ടിമുട്ടാൻ പറ്റില്ല. അപ്പോഴും വേദനയുണ്ട്, അല്ലാതെ എനിക്കൊരു പെയിൻ തോന്നിയില്ല. പിന്നെ കട്ടിയുള്ള ഫുഡൊന്നും ഈ സൈഡ് വെച്ച് കഴിച്ചാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സൈഡ് വെച്ച് കഴിക്കാതെ ഈ സൈഡ് 2 സൈഡും വെച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. വേദന ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടെ വേദന നല്ല രീതിയിൽ കുറവായിരുന്നു. നല്ല രീതി എനിക്ക് സഹിക്കാൻ പറ്റുന്ന, മറ്റത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന കുറേ പേര് കമന്റ് ഇട്ട് ഞാൻ കണ്ടതാണ്. ചേച്ചി ഭയങ്കര പേടിയാവുന്നു കമ്പി ഇടാൻ പോകുമ്പോഴത്തേക്ക്. അയാൾ അങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നല്ല, സഹിക്കാൻ പറ്റുന്നതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും കമ്പിയൊക്കെ ഇടുന്നത്. സഹിക്കാൻ പറ്റുന്ന പെയിനേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേറെ അങ്ങ് വലിയ പെയിനൊന്നുമില്ല. പിന്നെ പല്ലായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് വായ വഴിയാണ്, അതായത് പാവിച്ചിട്ടല്ലേ ഫുഡ് കഴിക്കുന്നത്. അപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അല്ലേ പറയുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ആയിട്ട് ചെയ്തിരുന്നത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരാൾ എനിക്ക് കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ട് വെച്ചതാണ് പല്ലെടുത്തതിനെ പറ്റിയിട്ട്. ലെഫ്റ്റ് സൈഡിൽ 3rd പല്ലും എനിക്കൊന്നും ബാക്കിയുള്ള 4ാമത്തെ പല്ല് അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ്. ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Q&A ഞാൻ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് Q&A ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ. റിപ്ലൈസ് തരാം നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നമുക്ക് എന്തായാലും നോക്കിയിട്ടായിരിക്കുമല്ലോ പല്ലൊക്കെ എടുക്കുന്നത്. എനിക്ക് ഇതുപോലത്തെ ഒരുപാട് ടെൻഷനാണ് കേട്ടോ. എനിക്ക് പല്ലെടുത്ത സമയത്ത് ഞാൻ ആലോചിച്ചു, എനിക്ക് ഒരുപാട് പല്ല് അങ്ങനെ പൊങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെറുതായിട്ടില്ല. എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ പല്ലിൻ്റെ യഥാർത്ഥ കണ്ടീഷൻ എന്താണെന്ന് കാണാം.
പല്ലിലെ കമ്പി അഴിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ എൻ്റെ റിസൾട്ടെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോഴേ ഇതാണ്. അപ്പോൾ എൻ്റെ അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ 8th month ആയപ്പോഴത്തേക്കാണ് എനിക്ക് മുകളിൽ പവർ ചെയിൻ ഇട്ടത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അന്നത്തെ ദിവസം തന്നെ 4 പല്ലും എടുത്തെന്നൊക്കെ. എനിക്ക് 4 പല്ലാണെന്നൊന്നും അല്ല കേട്ടോ എടുത്തത്. എനിക്ക് പല്ല് വേറെ ദിവസങ്ങളാണ് എടുത്തത്. എനിക്കൊന്ന് പലയിടത്തും അങ്ങനെയൊക്കെ ദിവസം 4 പല്ലൊക്കെ ഒരു ദിവസം എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ. പിന്നെ പല്ലെടുത്തപ്പോൾ ചിക്കൻ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. പല്ലെടുത്തപ്പോഴത്തേക്ക് ചിക്കൻ കഴിച്ചത്. റീസെന്റ് വന്ന കമന്റ്സിനും കൂടിയാണ് ഈ ഉത്തരം തരുന്നത്. പല്ലെടുത്തതിന് അന്ന് ഞാൻ ആദ്യത്തെ പല്ലെടുത്തതിന് അന്ന് ബ്രോസ്റ്റഡ് കഴിച്ചു. പിന്നെ 4 പല്ലും കൂടി എടുത്തതിനാണ് ഞാൻ ഷവർമ, നമ്മുടെ കൊല്ലത്തേനുള്ള അൽത്താസയിൽ പോയിട്ട് ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും. പിന്നെ കട്ടിയുള്ള ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. എന്നും പറഞ്ഞാൽ എല്ലാം അങ്ങ് വാരി വലിച്ച് കഴിക്കാറില്ല. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പല്ലിനെ പറ്റിയിട്ട് ഇന്നത്തെ അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ട്. വേദനയൊന്നുമില്ല, കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. ഇനി ഇടയ്ക്കെന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് എങ്കിലും വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്, ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളതാ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. എനിക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം മല്ലൂസ് എക്സ്പ്രസ് ബൈ ദേവരഞ്ജിനി എന്നാണ് അക്കൗണ്ട് നെയിം. അപ്പോഴ് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. ബൈ.